ഹോസന്ന മുറവിളിക്കുന്നവന്റെ മുറവിളിയോട് ചേർന്നുള്ള ഒരു യാത്രയാണ് ഹോസന്ന. ഇപ്പോൾ രക്ഷിക്ക, അവന്റെ മുറവിളി അതാണ്. 21:2 ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും കൊണ്ടുവരുവീൻ എന്നും, മർക്കോസ് 11:2 ആരും കയറിയിട്ടില്ലാത്ത കഴുതയെ എന്നും കാണും. ആരും കയറിയിട്ടില്ലാത്ത, ആരും ചെയ്യാത്ത പ്രവൃത്തികളിൽ കൂടി രക്ഷയുടെ അനുഭവക്കാരായി ഒരുപറ്റം ആളുകളുടെ സാക്ഷ്യത്തിന്റെ പ്രേരണയാൽ തടിച്ചുകൂടിയ ഒരു നിലവിളി സമൂഹത്തിന്റെ രോദനമാണ് ഹോസന്ന. ഇപ്പോൾ രക്ഷിക്കാം. ഇവിടെ 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യനെ ആകേണ്ട വിധത്തിൽ ആക്കുവാൻ വേണ്ടി ആരും കണ്ടെത്താത്തതായ ഇടങ്ങൾ തേടി, ആരും ചെന്നെത്താത്തതാകുന്ന ഇടങ്ങൾ കണ്ടെത്തി, ആരും ചെയ്യാത്ത പ്രവർത്തികളിൽ കൂടി എല്ലാ എതിർപ്പുകളെയും പിന്തള്ളിക്കൊണ്ട് ഇറങ്ങിയവർ ഒരു അടയാളമായി ഇളങ്ങിയവൻ ഒരു അടയാളമായി പറയുകയാണ്, ആരും കയറിയിട്ടില്ലാത്ത ഒന്നിനെ വാഹനമാക്കി ഒരു യാത്ര സാധ്യതമാക്കുക. അവിടെ നമുക്ക് മുറവിളിക്കുന്നവന്റെ മുറവിളി കേൾക്കുവാൻ ഇടയാകട്ടെ. രണ്ടാമതായി, കഴുതക്കുട്ടിയെ തനിയെ ആക്കിയിട്ട് ഒരു യാത്ര ആകരുത്. ആ കുട്ടിയെ കൂട്ടുവാൻ ആഹ്വാനം ചെയ്യുക. ഇത് ഇന്ന് വളരെ പ്രാധാന്യം ഉള്ളതാണ്. പുതിയ തലമുറയെ കൂടെ കൂട്ടിക്കൊണ്ടായിരിക്കണം നമ്മുടെ ആഘോഷങ്ങൾ. പഴയ തലമുറയുടെ അനുഭവങ്ങൾ കണ്ടെത്തി പുതിയ തലമുറ വളരേണ്ടതാണ്. ആകയാൽ ഈ ഹോസന്ന മുറവിളിക്കുന്നവന്റെ മുറവിളി കണ്ടെത്തുന്നതായി തീരട്ടെ. പുതിയ തലമുറയെ അരികിൽ ചേർത്ത് നയിക്കുന്നതാകുന്ന ഒരു ആഘോഷമായി തീരട്ടെ. അതിന് ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.